ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫംഗ്ഷനെ പറ്റി പറയുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നതേ, നമുക്കിന്നൊരു ചെറിയ പരിപാടി ഉണ്ട്. അതായത് ഒരു നൂലുകെട്ട്, അല്ലെങ്കിൽ എന്താണ് പേരിടൽ, അല്ലെങ്കിൽ ഒരു 90 ചടങ്ങ് എന്നൊക്കെ പറയും. അതായത് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ പേരിടുന്ന ചടങ്ങിൽ അതാണ് കേട്ടോ. അപ്പോൾ പാപ്പൻ്റെ മുകളിലെ കുട്ടിയുടെ 90 അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. 10 മണി മുതൽ 10:30 വരെയാണ് ടൈം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഒരു അരമണിക്കൂർ മുന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവരും കൂടി റെഡിയായി വന്നപ്പോൾ കുറച്ച് സമയം നേരം വൈകി, അത് തന്നെ. അപ്പോൾ നമ്മൾക്ക് പോകുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ ഞാൻ അവരുടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. 2 ദിവസം മുന്നേ ആണ് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആ ചടങ്ങൊന്ന് കാണിക്കാം ആദ്യം. അപ്പോൾ വളരെ ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു കേട്ടോ. വളരെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. അതായത് കൂട്ടിക്കൊണ്ടു പോകൽ. അത് നമ്മൾ ഡേറ്റ് നോക്കിയിട്ട്, അതുപോലെ തന്നെ ഒരു സമയമൊക്കെ നോക്കിയിട്ടാണ് ഉണ്ണിയെയും അമ്മയെയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ 90-ൻ്റെ 2 ദിവസം മുന്നേ ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചടങ്ങെന്ന് പറയുന്നത്, അവർ ഇപ്പോൾ ഉച്ച സമയത്താണ് ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് കാരണം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം 2 to 3-ൻ്റെ ഉള്ളിലാണ് അവരുടെ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിളക്കൊക്കെ വെച്ചിട്ടാണ് ഉണ്ണീനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ സമയത്ത് ഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ചടങ്ങെന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ അത്രയും സമയത്ത് ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ടൈം കൂടിയാണ് കേട്ടോ. നമുക്ക് ഉണ്ണീനായിട്ട് അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ പോകുന്ന സമയമൊക്കെ ശരിക്കും ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. നമുക്കൊരു എന്താ പറയുക, അത്രയും നാളുണ്ടായിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ്, ഒരു ഇമോഷണൽ ഫീലിംഗ് എന്തായാലും ഉണ്ടായിരിക്കും. അത് ഈ ചടങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം. ചെയ്യാന്ന് പറയുന്നത് അമ്മമാർക്ക് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കരയാതെ, അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ, അത് നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ കാണുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കുട്ടീനെ കംഫർട്ടബിളാക്കി ഇരുത്തുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു അത്. അപ്പോൾ അങ്ങനെ എന്തായാലും പേരിടലും ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ പേരിടൽ ചടങ്ങിൽ ആദ്യം തന്നെ ചരട് കെട്ടലാണ് കേട്ടോ. ചില നാടുകളിലൊക്കെ 28-ന് തന്നെ കുട്ടിക്ക് ചരടൊക്കെ കെട്ടി കൊടുക്കും. പേരിടലൊക്കെ അപ്പം നടത്തും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ 90-ൻ്റെ അന്നാണ് പേരിടലും ചരട് കെട്ടലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചരട് കെട്ടി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടിക്ക് പേരിട്ട് കൊടുക്കുന്നത് കേട്ടോ. ചരട് കെട്ടലും അതുപോലെ പേരിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിക്ക് ചെറിയ മധുരം നാവിൽ വെച്ച് കൊടുക്കും. അതായത് ചെറുപഴത്തുനിന്ന് ചെറിയൊരു കഷ്ണം, ചെറിയൊരു തോണ്ട് അങ്ങനെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഉണ്ണിക്ക് എന്താ പറയുക, സ്വർണം ഇട്ട് കൊടുക്കലൊക്കെയാണ് കേട്ടോ ചടങ്ങുള്ളത്. പേരിടലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ലൗറ എന്നാണ് കേട്ടോ ഉണ്ണിക്ക് പേരിട്ടിട്ടുള്ളത്.
അപ്പോൾ പേര് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കാറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ അച്ഛൻ്റെ സ്പോർട്സിലും അതുപോലെ തന്നെ കാർ റേസിങ്ങിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ കുട്ടിയുടെ പേരും അതേപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാറ് മൂവ് ആകുമ്പോൾ നമുക്ക് ഉണ്ണിയുടെ പേര് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ നെയിം റിവീലിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേരിടലും ചടങ്ങുമൊക്കെ നല്ല ഭംഗിയായി തന്നെ നടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വൈകിക്കാനൊന്നും നിന്നില്ല. നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു, പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.